ഹലോ നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ എന്താ അറിയോ? പച്ച ഈത്തപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി അച്ചാർ. ആദ്യം നമുക്ക് പച്ച ഈത്തപ്പഴം കുറച്ച് പൊട്ടിച്ചിട്ട് വരണം. നമ്മൾ UAE-യിലാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഈ പച്ച ഈത്തപ്പഴം ഇവിടെ സുലഭമായിട്ട് നമുക്ക് കിട്ടും. ഇവിടെ അടുത്തും ഇവിടെ അടുത്ത് നമ്മുടെ പാർക്ക് എന്നൊക്കെ ഉണ്ട്. ആ പാർക്കിലൊക്കെ ഇഷ്ടംമാതിരി ഈത്തപ്പഴമാണ്. ആർക്കും വേണമെങ്കിൽ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് കുറച്ച് പച്ച ഈത്തപ്പഴം പൊട്ടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് പൊട്ടിച്ചിട്ട് വരാം അല്ലേ? അപ്പോൾ നമ്മൾ പൊട്ടിച്ചിടുന്ന ഡേറ്റ്സ് ആണ് കേട്ടോ ഈത്തപ്പഴം. എന്ത് രസം നോക്കി, നമ്മൾ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ നമുക്ക് വിനീഗർ വേണം. വിനീഗർ നമ്മളൊരു 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ വിനീഗർ. പിന്നെ ഒരു കഷ്ണം കായം, പിന്നെ നമ്മുടെ ഉലുവ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ അതിലേക്ക് വേണ്ട കേട്ടോ മെയിനായിട്ട്. ആദ്യമേ നമുക്ക് ഈ എന്താ പറയുക കായവും ഉലുവയും ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കായം കണ്ടോ ഈ ഒരു പരിവായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാം, അതിലേക്ക് നമ്മളെ ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മളതൊന്ന് ഒരു ചുമന്ന കളറാകുമ്പോൾ നമുക്ക് എടുത്തിട്ട് മാറ്റാം കേട്ടോ. ഇപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടേ, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഡേറ്റ്സ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. കഴുകി തുടച്ച് വെച്ച ഡേറ്റ്സ് ഇല്ലേ, അത് നമുക്കിതിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഇത് റെഡി ആയിട്ടോ. നമ്മളെന്താ വെച്ചാൽ ഈ ചെറിയ ഡേറ്റ്സ് ആവുകൊണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത്. വലിയ ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കഷ്ണം വെട്ടിയിട്ട് ഒരു 2-3 പീസൊക്കെ ആക്കിയിട്ടിടാം. നമുക്ക് ചെറിയ ഡേറ്റ്സ് ആവുകൊണ്ടാണ് നമ്മളിങ്ങനെ ആക്കിയിട്ട് ഉണ്ടാവും. ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ എടുത്തിട്ട് മാറ്റാം. വാരി എടുക്കാം കേട്ടോ അതൊന്ന്. വേണ്ട, നമ്മളെ ഡേറ്റ്സ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളത് തുടങ്ങാം. അപ്പോൾ നമ്മളുടെ ആ എണ്ണയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ, കടുക് പൊട്ടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടീസ്പൂണ് കടുക് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് കണ്ടോ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ആ ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടില്ലേ, അത് നമ്മളെടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മളെന്താ, നമ്മളെടുത്ത് വെച്ച കരിവേപ്പില, നമ്മളുടെ ഇഞ്ചി, നമ്മൾ വെളുത്തുള്ളി അങ്ങനെ ഇട്ടിരിക്കുക കേട്ടോ. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് നമ്മൾക്ക് അതേ മരുന്നിട്ടിരിക്കുകയാണ്. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പച്ചമുളക് കൂടി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കണം.
വെളുത്തുള്ളിച്ചൊക്കെ ഈ ഒരു പരിപാടിയിട്ടാണ്. നല്ല മൂത്ത് ചുമക്കൊന്നും വേണ്ട, ഒന്നും കൂടെ ഇതായാൽ മതി. നമ്മളിതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടി ഇല്ലേ, നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞപ്പൊടി, നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും. ഓക്കെ, ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ വിനീഗർ ഇല്ലേ, ഇതിലേക്ക് നമ്മൾ ആ വിനീഗർ ഒഴിക്കാം. നമ്മളൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഡേറ്റ്സ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ പൊടിച്ചു വെച്ച ഉലുവയും കായും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെക്കാം. കണ്ടോ, ഉലുവയും കായും നമ്മൾ പൊടിച്ച് വെച്ചാൽ കേട്ടോ. അപ്പം നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നല്ലൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കാണാൻ നല്ല രസമായിട്ടുണ്ട്. കണ്ട, അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഇതേ പച്ച ഡേറ്റ്സ് ആവേണ്ടതുകൊണ്ട് ഇതിനകത്ത് കുരുകളൊന്നുമില്ല. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഒരു ഡേറ്റ്സ് എടുത്തു, ഇതാ നമ്മൾ കടിക്കാൻ കുരുവൊന്നുമില്ല, ചളമ്പാവുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ കുരുവൊന്നുമില്ല, നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.